ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യ പാർലമെന്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. രാജ്യസഭയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് മാക്സിമം കൊള്ളിക്കാവുന്ന അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 250 ആണ് അല്ലെ. 250. ആ 250 എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമായിട്ട് 238 അംഗങ്ങളും 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും. അങ്ങനെ 238 + 12 ആകെ 250 അംഗങ്ങൾക്കാണ് സാധ്യത. എന്നാൽ നിലവിൽ 250 അംഗങ്ങളില്ല, പകരം 245 അംഗങ്ങളേ ഉള്ളൂ. അപ്പൊ രാജ്യസഭയിലെ നിലവിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 245 ആണ്. അതെങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? 233 പേർ. 233 പേർ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമാണ്. 12 പേര് നോമിനേറ്റഡ് തന്നെ, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന 12 പേര്. ബാക്കി 233 പേരെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമാണ്. അതിന് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളത് 225 പേരാണ്. 225 പേർ സംസ്ഥാനങ്ങളിൽ നിന്നും, 8 പേർ എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമാണ്. 8 പേർ യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും. നിങ്ങൾക്കറിയാം, ഈ അടുത്തായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ വിഭജിച്ച് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നീ യൂണിയൻ ടെറിട്ടറികളായിട്ട് തിരിച്ചിരുന്നു അല്ലെ. അപ്പോൾ അവിടുത്തെ അംഗങ്ങളായിരുന്ന, മുമ്പ് രാജ്യസഭാ അംഗങ്ങളായിരുന്ന 4 പേരുണ്ട്. ആ 4 പേര് എന്തായി മാറി? ഈ ഒരു വിഭജനം കഴിഞ്ഞോടുകൂടി യൂണിയൻ ടെറിട്ടറിയിലേക്ക് വന്നു. അതുവരെയും ഈ 4 പേരും സംസ്ഥാനങ്ങളിൽ പെടുന്ന അംഗങ്ങളായിരുന്നു. അപ്പൊ 225 എന്നുള്ളത് 229 + 4 യൂണിയൻ ടെറിട്ടറി അംഗങ്ങളും ആയിരുന്നു. അങ്ങനെ 229 + 4 എന്നുള്ളത് എന്തായി? ഈ 229 4 പേര് ഈ യൂണിയൻ ടെറിട്ടറിയിലേക്ക് മാറി. കാരണം ജമ്മു ആൻഡ് കാശ്മീർ എന്തായി? യൂണിയൻ ടെറിട്ടറി ആയി മാറി. അപ്പോ ജമ്മു കാശ്മീരിൽ നിന്ന് 4 പേരും, ബാക്കി ഡൽഹിയിൽ നിന്നും 3 പേരും, പുതുച്ചേരിയിൽ നിന്നും ഒരാളും, അങ്ങനെ ടോട്ടൽ 8 അംഗങ്ങളാണ് നിലവിൽ യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമായിട്ട് രാജ്യസഭയിലുള്ളതെന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ പഠിച്ചു ചെയർമാൻ ഉണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. ചെയർമാൻ മിക്കവാറും ഉണ്ടാവാൻ സാധ്യത കുറവാ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും മിക്കവാറും ആ സഭയെ നിയന്ത്രിക്കുക. ഇനി ഈ 2 പേരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ വൈസ് ചെയർപേഴ്സൺസ് പാനൽ ഉണ്ട്. അതായത് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും കഴിഞ്ഞതിന് ശേഷം ഇവര് 2 പേരും ഇല്ലെങ്കിൽ ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ സഭയെ നിയന്ത്രിക്കാം. അപ്പൊ ആ സഭയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരാളെയാണ് എന്തായിട്ട് തീരുമാനിക്കുന്നത്? നമ്മുടെ രാജ്യസഭ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് തീരുമാനിക്കാം. അതിനൊരു പാനൽ ഉണ്ടാവും, കുറച്ച് മെമ്പേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. രാജ്യസഭയിലെ കുറച്ച് മെമ്പേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? വൈസ് ചെയർപേഴ്സൺസ് പാനൽ ആയിട്ട് തെരഞ്ഞെടുക്കും. ഇത് തെരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രാജ്യസഭയിലെ ചെയർമാൻ ആയിരിക്കും. രാജ്യസഭാ ചെയർമാൻ ആണ് ഈ ഒരു പാനലിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? രാജ്യസഭയിലെ ചെയർമാൻ ഇല്ല, ഡെപ്യൂട്ടി ചെയർമാനും ഇല്ലെങ്കിൽ ഈ പാനലിൽ നിന്നും ഒരാൾ എന്ത് ചെയ്യും? വൈസ് ചെയർപേഴ്സൺ, അല്ലെങ്കിൽ ആ വൈസ് ചെയർപേഴ്സൺ എന്നുള്ള പദവിയിലൂടെ ഈ ഒരു സഭയെ എന്ത് ചെയ്യാം? അധ്യക്ഷത വഹിക്കാം. പക്ഷെ ഈ പാനലിലുള്ള എല്ലാവരും അന്ന് ഇല്ലെങ്കിലോ? ആ പാനലിലുള്ള ആരും തന്നെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? അവർ രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം ഏതെങ്കിലും ഒരാളെ. കാരണം ചെയർമാനൊന്നും ഇല്ലല്ലോ ആ സമയത്ത്, പെട്ടെന്ന് ആരും ഇല്ലാത്ത സമയത്ത് ചെയർമാനും ഇല്ല, ആരും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് ഈ സഭയിൽ നിന്നും ഒരാളെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ വൈസ് ചെയർപേഴ്സൺസ് പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പിന്നീടുള്ള ഒരു പദവിയാണ് രാജ്യസഭയിലെ മറ്റൊരു പദവിയാണ് രാജ്യസഭ നേതാവ്. രാജ്യസഭ നേതാവ് എന്ന് പറയുന്നത്, രാജ്യസഭാ നേതാവ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കും. സാധാരണയായിട്ട് ഒരു മുതിർന്ന കേന്ദ്രമന്ത്രി, ആ രാജ്യസഭയിൽ നിന്നുള്ള ഒരു മുതിർന്ന കേന്ദ്രമന്ത്രിയാണ് സാധാരണയായിട്ട് രാജ്യസഭയിലെ നേതാവായിട്ട് മാറുന്നത്. ആദ്യത്തെ രാജ്യസഭാ നേതാവ് എന്നറിയപ്പെടുന്നത് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആണ്. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആണ് ആദ്യത്തെ രാജ്യസഭ നേതാവ്. ആദ്യ രാജ്യസഭാ നേതാവ് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് ആണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിലെ നേതാവായ വ്യക്തി. മൻമോഹൻ സിംഗ് ആണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിലെ നേതാവായ വ്യക്തി. മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ നിലവിലെ രാജ്യസഭ നേതാവ് എന്നറിയപ്പെടുന്നത് പീയൂഷ് ഗോയൽ ആണ്. പീയൂഷ് ഗോയൽ ആണ് നിലവിലെ രാജ്യസഭാ നേതാവ്. അപ്പൊ 3 പേരുടെ പേര് പിടിച്ചു വെക്കുക. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആണ് ആദ്യത്തെ രാജ്യസഭാ നേതാവ്. അതുപോലെ മൻമോഹൻ സിംഗ് ആണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയിലെ നേതാവായിരുന്നത്.
പീയൂഷ് ഗോയലാണ് ഇപ്പോഴത്തെ രാജ്യസഭാ നേതാവ്. അതുപോലെ നേതാവിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഭരണഘടനാപരമായിട്ട് നിർബന്ധമായിട്ട് ഒരു പോസ്റ്റ് ഒന്നല്ല. പക്ഷെ എങ്കിലും ചില കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവാറുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. 1969 ആദ്യമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിൽ വരുന്നത്. അത് SNP മിശ്രയാണ്. ശ്യാം നന്ദൻ പ്രസാദ് മിശ്ര. ശ്യാം നന്ദൻ പ്രസാദ് മിശ്ര എന്നറിയപ്പെടുന്ന SNP മിശ്രയാണ് 1969 ആദ്യമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവായത് രാജ്യസഭയിലെ. നിലവിൽ മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. മല്ലികാർജുൻ ഖാർഗെ. ഓക്കെ. സോ ഇനി മറ്റൊരു പദവി. അപ്പോ നമ്മള് നേതാവ് പഠിച്ചു, രാജ്യസഭാ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവിനെ പഠിച്ചു, ചെയർമാനെ പഠിച്ചു, ഡെപ്യൂട്ടി ചെയർമാനെ പഠിച്ചു, വൈസ് ചെയർമാനെ പഠിച്ചു. ഇനി മറ്റൊരു പദവിയാണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. സെക്രട്ടറി ജനറൽ. രാജ്യസഭയ്ക്ക് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടാവും. അത് പൊളിറ്റിക്കൽ പോസ്റ്റ് അല്ല. മറ്റുള്ളതൊക്കെ പൊളിറ്റിക്കൽ പോസ്റ്റ് ആണെങ്കിൽ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു പൊളിറ്റിക്കൽ പോസ്റ്റ് അല്ല. അതായത് അതിനകത്തുള്ള അംഗമോ ഒന്നുമല്ല സെക്രട്ടറി ജനറൽ ആവുന്നത്. SN മുഖർജി ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി ജനറൽ. സെക്രട്ടറി ജനറൽ പഠിച്ചു നോക്കിയ SN മുഖർജി ആണ് രാജ്യസഭയിലെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ. ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ജനറൽ ആയിരുന്നത് BN ബാനർജി ആണ്. ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ജനറൽ പദവിയിൽ ഇരുന്നത് BN ബാനർജി ആണ്. പഠിച്ചു നോക്കിയ BN ബാനർജി. ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് SS സൊഹോനി ആയിരുന്നു. സൊഹോനി ആണ് ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്നത്. രാജ്യസഭയിലെ ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് SS സൊഹോനി. കൂടുതൽ കാലം BN ബാനർജി, ഏറ്റവും കുറവ് കാലം SS സൊഹോനി. ആദ്യത്തെ SN മുഖർജി. നിലവിൽ PC മോഡിയാണ് നിലവിൽ നമ്മുടെ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ എന്നറിയപ്പെടുന്നത്. PC മോഡിയാണ്. അതുപോലെ രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത എന്ന് പറയപ്പെടുന്നത് ലക്ഷ്മി N മേനോനാണ്. 1952 ആദ്യ കാലഘട്ടത്തിൽ തന്നെ രാജ്യസഭ വന്ന സമയത്ത് തന്നെ ലക്ഷ്മി N മേനോൻ അംഗമായിരുന്നു. പക്ഷെ അത് കേരളത്തിൽ നിന്നുമല്ല, ബീഹാറിൽ നിന്നുമായിരുന്നു. അപ്പൊ കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്നത് ഭാരതി ഉദയഭാനു ആണ്. അദ്ദേഹത്തിന്റെ ഈ ഭാരതി ഉദയഭാനുവിന്റെ പുസ്തകം വളരെ ഫേമസ് ആണ്. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്നത് ആരുടെ പുസ്തകമാണ്? ഭാരതി ഉദയഭാനുവിന്റെ ജീവചരിത്രപരമായിട്ടുള്ള പുസ്തകമാണ്. ഓക്കെ. ലക്ഷ്മി N മേനോൻ ആണ് ആദ്യത്തെ മലയാളി വനിത രാജ്യസഭയിലെ. എന്നാൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ചോദിച്ചാൽ അത് ഭാരതി ഉദയഭാനു ആണ്. പഠിച്ചു വെക്കാം. ഇനി നമ്മൾ പറഞ്ഞു രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ക്രിഞ്ച് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് പണ്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് PSC ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്. എങ്കിലും പഠിച്ചു വെച്ചേക്കാം. നമുക്ക് ചോദിച്ചാലോ പറയാൻ പറ്റില്ലല്ലോ. സോ ആദ്യമായിട്ട് ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത മലയാളി എന്ന് പറയപ്പെടുന്നത് KM പണിക്കരാണ്. ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മലയാളി KM പണിക്കരാണ്. അതിനുശേഷം G രാമചന്ദ്രൻ. മലയാളികളുടെ ലിസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ 4-5 പ്രാവശ്യം വായിച്ചു പഠിക്കാം. G രാമചന്ദ്രൻ, G ശങ്കരക്കുറുപ്പ്, അബു എബ്രഹാം, കസ്തൂരി രംഗൻ, സുരേഷ് ഗോപി, PT ഉഷ. ഇത്രയും പേരാണ് മലയാളികളായിട്ട് നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7 പേരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മലയാളികളായിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അതിൽ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി KM പണിക്കരാണ് എന്ന് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഇനിയാണ് ഞാൻ പറഞ്ഞ കുറച്ച് സ്ഥിരമായിട്ട് പണ്ടൊക്കെ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ. അതായത് ആദ്യമായിട്ട് ഇതിലേക്ക് നോമിനേറ്റ് ചെയ്ത വനിത ആര്? രുക്മിണി ദേവി അരുണ്ടലെ. ആരാണ്? രുക്മിണി ദേവി അരുണ്ടലെ ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വനിതയാണ് രുക്മിണി ദേവി അരുണ്ടലെ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്ത സിനിമ നടൻ ആരാണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് കപൂർ ആണ്. അതുപോലെ നർഗീസ് ദത്ത്, നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് സിനിമ ഫീൽഡിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട വനിത നായിക നടി എന്നറിയപ്പെടുന്നത് നർഗീസ് ദത്ത് ആണ്. അതുപോലെ ഏറ്റവും ആദ്യമായിട്ട് ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത കവി ആരാണെന്ന് ചോദിച്ചാൽ മൈഥിലി ശരൺ ഗുപ്ത. പിന്നെ സ്പോർട്സ് ഫീൽഡിൽ നിന്നും ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സാധാരണയായിട്ട് എല്ലാവരും മനസ്സിലാക്കി സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് വരിക. പക്ഷെ ഇദ്ദേഹം സിനിമ മേഖലയിലും ഉണ്ടായിരുന്നു, സ്പോർട്സ് മേഖലയിലും ഉണ്ടായിരുന്നു.
ഒരു ഗുസ്തി താരമായിരുന്നു. ഇദ്ദേഹത്തിനെയാണ് ധാരാ സിംഗ് എന്ന് പറയും. ധാരാ സിംഗിനെയാണ് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്ത കായിക താരം. കായികം എന്ന് പറയുന്ന ഇനത്തിൽ നിന്നും അല്ല, സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ കല എന്നുള്ള ഇനത്തിലൊക്കെയാണ് ഇദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം സിനിമ ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ കലാ മേഖലയിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞാൽ നോമിനേറ്റ് ചെയ്തത്. പക്ഷെ ഇദ്ദേഹം ഒരു കായിക താരമായിരുന്നു. അപ്പൊ ആദ്യത്തെ കായിക താരം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ധാരാ സിംഗ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ധാരാ സിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ധാരാ സിംഗ് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഉത്തരം. ആദ്യത്തെ ക്രിക്കറ്റ് താരം ചോദിച്ചാൽ ഓഫ് കോഴ്സ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ സ്പോർട്സ് താരം ആരാണെന്ന് ചോദിച്ചാൽ മേരി കോം ആണ്. മേരി കോം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. 3 രുക്മിണി ദേവിയരുണ്ട് അല്ലെ. അതുപോലെ തന്നെ പൃഥ്വിരാജ് കപൂർ, നർഗീസ് ദത്ത്, സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരൊക്കെ സ്ഥിരമായിട്ട് മുമ്പ് ചോദിക്കാറുള്ളതാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുള്ളതല്ലാതെ ഇതുപോലെ നേരിട്ട് അങ്ങോട്ട് പൃഥ്വിരാജ് കപൂറിന് നർഗീസ് ദത്തിനൊന്നും ചോദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചോദിച്ചാൽ അറിയാതിരിക്കരുത്, പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഇനി നമ്മുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. ഇന്ത്യൻ പാർലമെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ പേരെന്താ? സംസദ് ഭവനാണ്. സംസദ് ഭവൻ എന്നാണ് അതിന്റെ പേര്. സംസദ് ഭവൻ എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണ്. അതിന്റെ പേരൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ ISO നെയിമിംഗ് എന്ന് പറയുന്നത് എന്താണ്? സംസദ് ഭവൻ എന്നുള്ള പേരിൽ. നിങ്ങൾക്കറിയാം, പുതിയ ബിൽഡിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തു അല്ലെ. പക്ഷെ സംസദ് ഭവൻ എന്നുള്ള പേരിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ന്യൂഡൽഹിയിലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പുതിയ ബിൽഡിങ്ങിന്റെ പേര്, ആ ഒരു പ്രൊജക്ടിന്റെ പേരെന്താ? സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ അടുത്ത് ന്യൂസുകളിൽ വന്നതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. സെൻട്രൽ വിസ്ത പ്രൊജക്ട് ആണ്. അതുപോലെ ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തത്. ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് ഇതിന്റെ കോൺട്രാക്ടർ. ഇത് നിർമ്മിച്ചത് ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ്. 2023 സെപ്റ്റംബർ 19 ഡേറ്റ് പഠിച്ചു വെക്കുക. 2023 സെപ്റ്റംബർ മാസം 19 ഈ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ടുള്ള സമ്മേളനം നടന്നത്. സ്പെഷ്യൽ സമ്മേളനമായിരുന്നു അത്. സ്പെഷ്യൽ സെഷൻ ആയിരുന്നു. ആദ്യമായിട്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ പ്രവർത്തനം ആരംഭിച്ചത്, ഓപ്പൺ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ളതാണ് 2023 സെപ്റ്റംബർ 19. പക്ഷെ ഉദ്ഘാടനം ചെയ്തതെന്നല്ല. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി 2023 മെയ് മാസം 28 തീയതിയാണ്. 2023 മെയ് മാസം 28 തീയതി. 2023 മെയ് 28 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷെ അതിലെ ആദ്യ സമ്മേളനം നടക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ മാസം 19 തീയതിയാണ്. പഠിച്ചു വെക്കാം. ഇതിലെ 4 നില കെട്ടിടങ്ങളാണ്. 4 നില കെട്ടിടമാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 4 നില കെട്ടിടമാണ് ഇതിനകത്തുള്ളത്. ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ്. നമുക്ക് മുമ്പത്തെ ആണെങ്കിലും, നമ്മുടെ മുമ്പുണ്ടായിരുന്ന പാർലമെന്റ് മന്ദിരമാണെങ്കിൽ അത് ദീർഘവൃത്താകൃതിയിലായിരുന്നു അല്ലെ. ദീർഘവൃത്താകൃതിയിലായിരുന്നു. ഇത് അതിനോട് ചേർന്ന് തന്നെയാണ് പുതിയതും. അത് ത്രികോണ ആകൃതിയിലാണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 1272. 1272. പഠിച്ചു നോക്കിയാൽ നമ്പറൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഇങ്ങനത്തെ നമ്പറുകളൊക്കെയാണ് ഇപ്പൊ വളരെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന നമ്പറുകളാണ് PSC ചോദിക്കുക. 1272 സീറ്റിംഗ് കപ്പാസിറ്റി ആണുള്ളത്. 1272 പഠിച്ചു വയ്ക്കുക. 1272 1272 ഇത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റി. നമുക്കറിയാം ബിമൽ പട്ടേലാണ് അതിന്റെ ആർക്കിടെക്ചർ. ശില്പി എന്നറിയപ്പെടുന്നത് ബിമൽ പട്ടേലാണ് ഇതിന്റെ മെയിൻ ആർക്കിടെക്ചർ. ഈ ആർക്കിടെക്ചർ ബിമൽ പട്ടേൽ ഉൾപ്പെടെയുള്ള ആർക്കിടെക്റ്റിംഗ് കമ്പനി ഇത് നിർമ്മിക്കുക ഫേം ഏതാണെന്ന് ചോദിച്ചാൽ, ആർക്കിടെക്ചർ ഫേം ഏതാണെന്ന് ചോദിച്ചാൽ അത് HCP ഡിസൈൻ ആണ്. HCP ഡിസൈൻ എന്നറിയപ്പെടുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. HCP ഡിസൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിന്റെ ആർക്കിടെക്ചർ ഫേം എന്നറിയപ്പെടുന്നത്. ആർക്കിടെക്ടർ ആരാണ്, ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ബിമൽ പട്ടേൽ ആണ്. ഇനി പഴയ നമ്മുടെ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം ദീർഘവൃത്താകൃതിയിലാണ്. അത് 1927 ജാനുവരി മാസം 18 തീയതി. 1927 ജാനുവരി 18 തീയതി അന്നത്തെ നമ്മുടെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് ഇർവിൻ പ്രഭുവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ നിർമ്മാണം, ഇതിന്റെ ശില്പികൾ എന്നറിയപ്പെടുന്നത് എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറുമാണ്. പണ്ട് സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യമാണ്. എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറുമാണ് പഴയ പാർലമെന്റ് മന്ദിരം ശില്പി ആർക്കിടെക്ട് ചെയ്തത്. അത് ദീർഘവൃത്താകൃതിയിലായിരുന്നു. 1927 ജാനുവരി മാസം 18 തീയതി ലോർഡ് ഇർവിൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് എന്ന് പഠിച്ചു വെക്കാം.
ഇനി അതുപോലെ തന്നെ ചോദിക്കാൻ യാതൊരു സാധ്യതയില്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. പാർലർ എന്നുള്ള പദത്തിൽ നിന്നുമാണ്, ഒരു ഫ്രഞ്ച് പദമാണ്. ആ പാർലർ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ചർച്ച ചെയ്യുക എന്നർത്ഥം വരുന്ന പാർലർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ് പാർലമെന്റ് എന്നുള്ള ഒരു പദം കിട്ടിയത് എന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ പാർലമെന്റിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഈ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ ബ്രൈറ്റ് ആണ്. ജോൺ ബ്രൈറ്റ് ആണ് പാർലമെന്റിന്റെ മാതാവ് എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിനെ വിശേഷിപ്പിച്ചത്. ഏറ്റവും വലിയ പാർലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചൈനീസ് പാർലമെന്റ് ആണ്. ചൈനീസ് നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ചൈനീസ് പാർലമെന്റ് ആണ് ഏറ്റവും വലിയ, കാരണം ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ പാർലമെന്റ് ആണ് ഏറ്റവും വലിയ പാർലമെന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ ഏറ്റവും പഴയ പാർലമെന്റ് ഐസ്ലാൻഡിന്റെ ഓൾത്തിങ് എന്നറിയപ്പെടുന്ന പാർലമെന്റ് ആണ്. ഐസ്ലാൻഡിന്റെ ഓൾത്തിങ് എന്ന പേരിലുള്ള പാർലമെന്റ് ആണ് ഏറ്റവും പഴയ പാർലമെന്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ പാർലമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു, രാജ്യസഭയെ കുറിച്ച് പഠിച്ചു. നമുക്ക് പതുക്കെ അങ്ങനെ ലോകസഭയിലേക്ക് മൂവ് ചെയ്യാം. ലോകസഭയെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാ? ഓൾറെഡി നമ്മൾ പഠിച്ച 81 അല്ലെ? 81 അനുച്ഛേദ പ്രകാരം ലോകസഭ ലോകസഭ എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോകസഭയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 81. പിന്നെ നമ്മൾ പറഞ്ഞു 84 രാജ്യസഭയെ കുറിച്ച് പഠിച്ച സമയത്ത് അനുച്ഛേദം 84 യോഗ്യതകൾ പറയുന്നതെന്ന് പറഞ്ഞു അല്ലെ? അതേപോലെ തന്നെ ഇവിടെയും അതേ അനുച്ഛേദത്തിൽ തന്നെ അനുച്ഛേദം 84 തന്നെയാണ് പറയുന്നത് ലോകസഭാ അംഗങ്ങളുടെയും യോഗ്യത. അതെന്താ? ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ 25 വയസ്സ് തികയണം. അപ്പൊ 25 വയസ്സാണ് ഇതിന്റെ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ പാർലമെന്റ് പറയുന്ന മറ്റേതെങ്കിലും നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങളൊക്കെ അനുശാസിക്കുന്ന യോഗ്യതകൾ വേണമെന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയിൽ പറയുന്നുണ്ട് SC/ST പോലെയുള്ള റിസർവ്ഡ് സീറ്റുകളിലേക്ക് SC/ST വിഭാഗക്കാരായിരിക്കണം. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ. അത്തരത്തിലുള്ള ചില പോയിന്റുകൾ ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ഒന്നല്ല. പാർലമെന്റിന് ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, അത്തരം നിബന്ധനകൾ വെക്കാം. ഫോർ എക്സാമ്പിൾ മുമ്പ് ഈ 104ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആവണമെങ്കിൽ എന്താവണം? അദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിരിക്കണം അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഗവൺമെന്റിന് ടൈം ബൈ ടൈം വെക്കാം, നിയമപരമായിട്ട് വെക്കാം എന്നും 84ാം അനുച്ഛേദത്തിനകത്ത് പറയുന്നുണ്ട്. അത് ലോക്സഭയുടെ കാര്യത്തിൽ മാത്രമല്ല, രാജ്യസഭയുടെ കേസിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ ലോകസഭ 1952 ഏപ്രിൽ 17 നിലവിൽ വരുന്നത്. 1952 ഏപ്രിൽ 17 ഈ ലോകസഭ നിലവിൽ വരുന്നത്. മെയ് 13 1952 തന്നെ മെയ് 13 എന്ത് ചെയ്യുന്നത്, ഇതിലെ ആദ്യ സമ്മേളനം കൂടുന്നത്. മെയ് 13 ആദ്യ സമ്മേളനം 1952 തന്നെ. 2 വർഷം കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് നീക്കിയാൽ 1954 മെയ് മാസം 14 മെയ് 14 13 അല്ല, മെയ് 14 വർഷം ഏതാ? 1954 ലോകസഭയ്ക്ക് ലോക്സഭ എന്നുള്ള പേര് കിട്ടിയത്. അതുവരെയും ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? ഹൗസ് ഓഫ് ദ പീപ്പിൾ. അതിൽ നിന്നും മാറി എന്തായി? ലോക്സഭ എന്ന പേര് കിട്ടിയത് 1954 മെയ് മാസം 14. നമ്മൾ രാജ്യസഭയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു. അതാണ് പിന്നീട് എന്തായത്? രാജ്യസഭയായത്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളത് മാറി എന്തായി? അത് ലോക്സഭയായത് 1954 മെയ് മാസം 14. ഈ ലോക്സഭയെ അറിയപ്പെടുന്ന ചില പേരുകളാണ്. ഒന്ന് അധോസഭ, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലോവർ ഹൗസ് അല്ലെ? LS അല്ലെ? ലോക്സഭ LS ലോവർ ഹൗസ്. ലോക്സഭ ലോവർ ഹൗസ് പഠിച്ചു വെക്കുക. ലോക്സഭ ലോവർ ഹൗസ്. L ഉണ്ട്, L. ഈ L തന്നെ പഠിച്ചു വെക്കുക. L എന്ന് പറഞ്ഞാൽ ലോവർ ആണ്, ലോകാണ്. ലോവർ. ഓട്ടെ, അപ്പൊ ലോക്സഭയാണ് അധോസഭ അല്ലെങ്കിൽ ലോവർ ഹൗസ്. പോപ്പുലർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ? ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത് ഈ ലോക്സഭയാണ്. അതുപോലെ ഫസ്റ്റ് ചേംബർ എന്നറിയപ്പെടുന്നു. സെക്കൻഡ് ചേംബർ ഏതാ? രാജ്യസഭയാണ്, നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ചേംബർ ഏതാ? ലോക്സഭയാണ്. ഇനി ഇതിലെ സീറ്റ് വിന്യാസത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സീറ്റ് വിന്യാസത്തെ കുറിച്ച് പറയുന്നത് അനുച്ഛേദം 81 തന്നെയാണ് കേട്ടോ. 81 തന്നെയാണ് സീറ്റ് വിന്യാസത്തെ കുറിച്ച് പറയുന്നത്. ഭരണഘടനാപരമായിട്ട് 2026 വരെ നിലവിൽ 2026 വരെ മാക്സിമം വെക്കാവുന്ന സീറ്റ് എന്ന് പറയുന്നത് 552 ആണ്. ഭരണഘടനാപരമായി ലോകസഭയിൽ 2026 വരെ വെക്കാവുന്ന മാക്സിമം, ഉൾക്കൊള്ളിക്കാവുന്ന മാക്സിമം അംഗങ്ങളുടെ എണ്ണം 552 ആണെന്ന് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 81ാം അനുച്ഛേദത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ 552 തന്നെ 530 പേർ സംസ്ഥാനങ്ങളിൽ നിന്നും 20 പേർ എന്ത് ചെയ്യാം?
20 പേർ യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും. പഠിച്ചു വയ്ക്കുക. 552 മാക്സിമം. അതിൽ 530 പേർ എന്താണ്? 530 പേർ എവിടെ നിന്ന്? സംസ്ഥാനങ്ങളിൽ നിന്നും. 20 പേർ യൂണിയൻ ടെറിട്ടറിയും. അപ്പൊ 550 ഉള്ളൂ. 2 എവിടെ പോയി? 2 എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ്. 2 പേര്. അതടക്കമാണ് 552 എത്തിയത്. പക്ഷേ നമുക്കറിയാം 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ അടുത്തായിട്ട് എന്ത് ചെയ്തിരുന്നു? 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ഒഴിവാക്കി. അങ്ങനെയുള്ള പദവി ഇനിയില്ല. 2 സീറ്റുകൾ അവർക്ക് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്ന 2 സീറ്റുകൾ എടുത്ത് ക്യാൻസൽ ചെയ്തു, അത് ഒഴിവാക്കി. അപ്പൊ നിലവിൽ എത്രയേ ഉള്ളൂ? ഈ പറഞ്ഞ പോലെ 2 പേര് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഇല്ല. അപ്പൊ ഭരണഘടനാപരമായിട്ട് 530 + 20 മാക്സിമം 550 വരെ ഇപ്പോൾ പറ്റുള്ളൂ. ആ 2 പേര് പോയി. പക്ഷെ നിലവിൽ ഇത് ഫുള്ള് ഫില്ലല്ല. രാജ്യസഭയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ലോക്സഭയിൽ ഇത്രയും സീറ്റുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല? അലോക്കേറ്റ് ചെയ്തിട്ടില്ല. ഇത്രയും സീറ്റുകളൊന്നും നമ്മൾ തരംതിരിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്ക് എടുത്തൊക്കെ കൂടി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സീറ്റുകൾ നിലവിലില്ല. അപ്പൊ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 543 ആണ്. നിലവിലുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543. ഈ അടുത്ത് വരെ 545 ആയിരുന്നു. 2 പേര് ആംഗ്ലോ ഇന്ത്യൻസ് പോയി. അപ്പൊ 543 ആണ് നിലവിലുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 524 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും 19 പേർ യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമാണ്. അപ്പൊ യൂണിയൻ ടെറിട്ടറികളുടെ അറ്റമെത്താറായി. കറക്റ്റ് 20 അടുത്തെത്തി. 19 പേര് യൂണിയൻ ടെറിട്ടറികളും 524 പേര് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. ഓക്കെ, 104 ഭേദഗതി നമ്മൾ പഠിച്ചു. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് UP ആണ്. ഓഫ് കോഴ്സ് പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പൊ ഉത്തർപ്രദേശാണ്. 80 സീറ്റുകളാണ് അവിടെയുള്ളത്. 80 സീറ്റുകൾ ഉത്തർപ്രദേശിലുണ്ട്. 1 സീറ്റുള്ള സംസ്ഥാനങ്ങളാണ് സിക്കിം, അതുപോലെ മിസോറാം, നാഗാലാൻഡ്. 1 സീറ്റ്. സിക്കിം, മിസോറാം, നാഗാലാൻഡ് പഠിച്ചു വെക്കുക. 1 സീറ്റ്. നമുക്കറിയാം രാജ്യസഭയിലാണെങ്കിൽ 8 സംസ്ഥാനങ്ങളിൽ 1 സീറ്റ് വീതമായിരുന്നു. ലോക്സഭയിൽ 3 സംസ്ഥാനങ്ങളിലാണ് 1 സീറ്റ് ഉള്ളത്. അതുകൂടാതെ യൂണിയൻ ടെറിട്ടറികളിൽ 1 സീറ്റുള്ള യൂണിയൻ ടെറിട്ടറികൾ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ 20 സീറ്റുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? കേരളത്തിൽ 20 സീറ്റുകളാണ്. ഇനി യൂണിയൻ ടെറിട്ടറികളിൽ എടുത്താൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഡൽഹിയാണ്. 7 സീറ്റുകളാണ്. ഡൽഹി യൂണിയൻ ടെറിട്ടറിയിൽ 7 സീറ്റുകളുണ്ട്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ഇത് പഠിച്ചു വെക്കുക. ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഇപ്പൊ എന്തായി? യൂണിയൻ ടെറിട്ടറി ആയി. മുമ്പ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും കൂടി ചേർന്നിരുന്ന സമയത്ത് 5ഉം ലഡാക്കിലെ 1ഉം ഉൾപ്പെടെ 6 സീറ്റുകൾ എന്തായിരുന്നു? ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്തുള്ളതായിരുന്നു. ഇപ്പൊ അത് മാറി ആ 6ഉം എന്തായി? യൂണിയൻ ടെറിട്ടറിയിലേക്ക് വന്നു. അപ്പൊ ശരിക്കും മുമ്പ് വരെ, ഈ അടുത്ത് വരെ 530 സീറ്റുകൾ എവിടെയായിരുന്നു? സംസ്ഥാനങ്ങളിലും. ഈ 6 ഇതിൽ നിന്ന് കുറച്ച് ബാക്കി 13 സീറ്റുകളായിരുന്നു യൂണിയൻ ടെറിട്ടറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ 6 സീറ്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ആയി? യൂണിയൻ ടെറിട്ടറിയിലേക്ക് ഷിഫ്റ്റ് ആയി. ഈ 6 എണ്ണം എവിടേക്ക് പോയി? യൂണിയൻ ടെറിട്ടറിയിലേക്ക് പോയി. ഏതൊക്കെയാ? ജമ്മു ആൻഡ് കാശ്മീരിലെ 5 എണ്ണവും അതുപോലെ ലഡാക്കിൽ നിന്നും 1 എണ്ണവും പോയി. അപ്പൊ യൂണിയൻ ടെറിട്ടറികളിൽ 7 എണ്ണം ഡൽഹി, 5 എണ്ണം ജമ്മു ആൻഡ് കാശ്മീർ, പിന്നെ ദാമൻ ആൻഡ് ദിയു, അതുപോലെ തന്നെ നമ്മുടെ ദാദ്ര നഗർ ഹവേലിയും. അത് രണ്ടും ഒരുമിച്ചായല്ലോ ഇപ്പോ. അപ്പൊ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു എന്ന് പറയുന്ന ഒറ്റ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും 2 സീറ്റ്. ഓക്കെ, 2 സീറ്റ്. ലഡാക്ക്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ഇവിടുന്നെല്ലാം ഓരോ സീറ്റുകൾ വീതം. പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാ? ഓരോ സീറ്റുകളുള്ള യൂണിയൻ ടെറിട്ടറികളാണ് ലഡാക്ക്, പുതുച്ചേരി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, അതുപോലെ ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്. ഇവിടെയെല്ലാം 1 ലോകസഭ സീറ്റുകളാണ് ഉള്ളത്. പഠിച്ചു വയ്ക്കുക. ഇനി ഈ ലോക്സഭാ സീറ്റുകളിൽ തന്നെ SC റിസർവേഷൻ ഉണ്ട്, ST റിസർവേഷൻ ഉണ്ട്. SC റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളുടെ എണ്ണമാണ് 84. 8ന്റെ പകുതി 4, 84. പഠിച്ചു വയ്ക്കുക. SC റിസർവ്ഡ് സീറ്റുകളുടെ എണ്ണമാണ് 84. അതിൽ 2 എണ്ണം കേരളത്തിലുണ്ട്. ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാം? മാവേലിക്കരയും ആലത്തൂരുമാണ്. മാവേലിക്കര, ആലത്തൂർ തുടങ്ങിയ ഈ 2 മണ്ഡലങ്ങൾ SC റിസർവ്ഡ് മണ്ഡലങ്ങളാണ്. കേരളത്തിലെ 20 സീറ്റുകളിൽ 2 എണ്ണം SC റിസർവ്ഡ് സീറ്റുകളാണ്. ടോട്ടൽ ഇന്ത്യയിൽ 84 സീറ്റുകൾ SC റിസർവ്ഡ് ആണ്. ST റിസർവ്ഡ് സീറ്റുകളാണ് 47 എണ്ണം. 47 എണ്ണം ഇന്ത്യയിൽ എന്താണ്? ST റിസർവേഷൻ ഉണ്ട്. 4, 7, 84, 47 പഠിച്ചു വയ്ക്കുക. ഈ 47 എണ്ണം ST റിസർവ്ഡ് സീറ്റുകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ നിന്നും ST റിസർവ്ഡ് സീറ്റുകൾ ഇല്ല. ലോക്സഭയിൽ കേരളത്തിൽ നിന്നും ST റിസർവ്ഡ് സീറ്റുകൾ ഇല്ല. പഠിച്ചു വയ്ക്കുക. SC റിസർവ്ഡ് സീറ്റ് 2 എണ്ണം ഉണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോക്സഭയെ കുറിച്ച് ഒരുപാട് പോയിന്റുകൾ ഇനി പഠിക്കാനുണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലും മൊത്തം പാർലമെന്റിലെ പ്രൊസീജിയറുകൾ കുറെ പഠിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.